അസ്സലാമലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വളരെ രുചികരമായ അടിപൊളി ടേസ്റ്റോടെ ഒരു 65 കേട്ടോ. നമ്മൾ ചിക്കനും ബീഫും എല്ലാം കോളിഫ്ലവറൊക്കെ 65 ഉണ്ടാക്കാറുണ്ട്. അതുപോലെ ഇടിച്ചക്കയാണ് ഇത് കേട്ടോ. നല്ല രസകരമായ, നമുക്ക് കഴിച്ചാൽ എത്ര കഴിച്ചാലും ചൂടോടെ കഴിച്ചാൽ അടിപൊളി ടേസ്റ്റോടെ നമ്മുടെ ചിക്കനും ബീഫൊക്കെ മാറി നിൽക്കും. അത്ര അടിപൊളി ടേസ്റ്റുള്ള ഒരു 65 ആണിത്. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് പറയാം. ചക്കയുടെ കാലൊക്കെ കഴിയാൻ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ചക്കൊക്കെ മൂത്ത് വരാനായി. അപ്പോൾ ചില പ്ലാവുമ്മ ഇടിച്ചക്ക ഉണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, വറ്റൽമുളക്, വലിയ ജീരകം, മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ മറ്റുള്ള ചേരുവ എടുത്തപ്പോൾ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരുന്നു കേട്ടോ. അതുകൊണ്ട് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഞാനിതിൽ കൂട്ടിയത് കോൺഫ്ലവർ, അതുപോലെ മുട്ടയുടെ കുറച്ച് വെള്ള, ചെറുനാരങ്ങയുടെ നീര്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇത്രയും ചേർത്തിട്ടാണ് ഞാൻ ഈ മസാല കുഴച്ചെടുത്തത്. എന്നിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ട് ഏകദേശം പാകത്തെ ഒരു കട്ടിയിലാക്കിയിട്ട് വേണം ഇത് കട്ട് ചെയ്ത് വെക്കാൻ കേട്ടോ. നമ്മൾ ചിക്കനൊക്കെ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കുന്നത് പോലെ ഏകദേശം വലിയ പീസാക്കിയാൽ ഇത് മുരിഞ്ഞും കിട്ടില്ല. അപ്പോൾ നല്ല ഒരു പാകത്തെ പീസാക്കി കട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ചേനയൊക്കെ പൊരിക്കുമല്ലോ, ചേനയൊക്കെ പൊരിക്കുമ്പോൾ ഇതിലേറെ ചെറുതായിരിക്കും, അതിലേറെ കുറച്ചും കൂടി വലുപ്പം ഉണ്ടായിക്കോട്ടെ. എന്നിട്ട് നല്ല പോലെ കുഴച്ചിട്ട് നമ്മൾ ഇത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തിയായ ഒരു ചേരുവയാണ് ഇടിച്ചക്കയും ചക്കയൊക്കെ നമുക്ക് ക്യാൻസർ രോഗം, അതുപോലെ ഒരുപാട് രോഗങ്ങൾക്ക് വളരെ നല്ലതാണ്. ഷുഗറുകാർക്കൊക്കെ പച്ചയിൽ കഴിക്കുന്നത് വളരെ ഹെൽത്തിയാണ്. ഒരുപാട് ഗുണങ്ങളടങ്ങിയതാണ് ഇടിച്ചക്ക. നമ്മൾ ചിക്കനും ബീഫും മാത്രം ഈ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കൂ. നമുക്ക് ബീഫും അതുപോലെ ചിക്കനൊക്കെ മാറി നിൽക്കും. നല്ല ചൂടോടെ കഴിച്ച അടിപൊളി ടേസ്റ്റ് തന്നെ കേട്ടോ. അപ്പോൾ ഞാൻ മസാലയൊക്കെ തേച്ച് വെച്ചപ്പോഴാണ് നമ്മുടെ മോൻ്റെ ബർത്ത്ഡേന്ന്, മൂന്നാമത്തെ മോൻ്റെ, എനിക്ക് 3 മക്കൾ, ആ മക്കൾ ഒരു മോളുമാണ്. അപ്പോൾ ഞങ്ങൾ കേക്കൊക്കെ മുറിക്കട്ടെ. ഇത് വീഡിയോയിലൊന്നും കാണിക്കണില്ല കേട്ടോ മുറിക്കുന്നത്, ഞങ്ങൾക്ക് മടിയായത് കാരണമാണ്. ഇപ്പോൾ ഒരു പാനൊക്കെ അടുപ്പത്ത് വെച്ച് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട്. ഏതെണ്ണയിൽ വേണമെങ്കിലും ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 10-15 മിനിറ്റിന് ശേഷമാണ് കേട്ടോ ഇതെടുത്ത് നല്ലപോലെ സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ മസാല തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ലതാണ്. പെട്ടെന്ന് തന്നെ അത് സെറ്റായി കിട്ടും. ആ മസാല ഒട്ടും തന്നെ മൊത്തത്തിൽ അതിൽ സെറ്റായി പിടിച്ചിട്ടുണ്ട് കേട്ടോ. വെറും മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊന്നും തേച്ച് പിടിപ്പിക്കരുത്. ഞാൻ ഈ പറയുന്നത് പോലെ കോൺഫ്ലവറും മുട്ടയുടെ വെള്ളയും ചെറുനാരങ്ങയുടെ നീരും ഒക്കെ കൂട്ടിയിട്ട് കുഴച്ചെടുത്താലാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മളൊരു ഭാഗം മുരിഞ്ഞതിന് ശേഷം മറ്റേ ഭാഗം മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഫുൾ ഫ്ലെയിമിലിടരുത്, കാരണം ഫുൾ ഫ്ലെയിമിലിട്ടാൽ മേൽഭാഗം കരിയും ചെയ്യും, ഉള്ളിൽ വേവില്ല. അപ്പോൾ നല്ലപോലെ നമുക്ക് മുരിഞ്ഞ് കിട്ടണമെങ്കിൽ ഇനി എണ്ണയിൽ വറുത്ത് കോരിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ മീനൊക്കെ പൊരിക്കുന്നത് പോലെയാണ് പൊരിച്ചെടുക്കുന്നത്. എണ്ണയിൽ വറുത്ത് കോരിയാലും കുഴപ്പമില്ല, ഓരോരുത്തരുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇടിച്ചക്കയൊക്കെ നല്ല പോലെ ഫ്രൈ ആയിട്ടുണ്ട്. നമ്മുടെ ഫുഡൊക്കെ കഴിക്കാത്ത മക്കൾക്ക് ചിക്കനും ബീഫും തന്നെ വേണം എന്ന് പറയുന്ന മക്കൾക്ക് നിങ്ങൾ ഇതുപോലെ ഇടിച്ചൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തുകൊണ്ട് നല്ലൊരു 65 ആണെന്ന് പറഞ്ഞ് കൊടുത്താൽ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ചൂടോടെ തന്നെ കഴിച്ചാൽ അത് വളരെ രസകരമാണ്. തണുത്താലും കുഴപ്പമില്ല, ക്രിസ്പി ഒന്ന് കുറയും എന്നുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ആദ്യമായിട്ടാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. എല്ലാവരും നിങ്ങളുടെ മക്കൾക്കായാലും മരുമക്കൾക്കായാലും ഭർത്താക്കന്മാർക്കായാലും ഇതൊന്ന് ചെയ്ത് കൊടുത്തു നോക്കൂ. അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇനിയും നല്ല വീഡിയോയുമായി ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.